ഓട്ട് മീൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ് ഈ ഓട്ട് മീൽ. ഇതുണ്ടാക്കാൻ ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉണക്ക മുന്തിരിയും വെള്ളമുന്തിരിയും പിന്നെ ഈത്തപ്പഴവും കശുവണ്ടിയും പിന്നെ കുറച്ച് ബദാമും 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാൻ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ പാൽ ഒഴിച്ചില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വന്ന ശേഷമാണ് ഞാൻ ഓട്സ് ഇട്ട് കൊടുത്തത്. ഓട്സ് നന്നായി മിക്സ് ചെയ്ത് പാലിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓട്സ് അവിടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഓട്സൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണോ കുറവ് വേണോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അതിലേക്ക് ബാക്കി വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് അടിഞ്ഞു കിട്ടണം. ഓട്സ് ഒന്ന് ചെറുങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്, അതൊന്നൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ബദാമും ഈത്തപ്പഴവും പിന്നെ ഉണക്കമുന്തിരിയും ആഡ് ചെയ്യാം. അതൊന്ന് നന്നായി പിന്നെ ഏലക്കപ്പൊടിയുണ്ട്, അതും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് മീൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ മെയിനായിട്ട് ഡിന്നറിനാണ് ഇത് നല്ലത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി തോന്നും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.